ജൂണിലെ PSC പരീക്ഷാ പ്രക്രിയ ക്രമവിരുദ്ധമെന്ന ആരോപണം. ചീഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, ചീഫ് പ്ലാൻ കോഓർഡിനേഷൻ ഡിവിഷൻ തസ്തികകളെ കുറിച്ചാണ് ആരോപണം. പരീക്ഷ എഴുതിയ 228 ഉദ്യോഗാർത്ഥികളുടെ 10 ഉത്തരങ്ങൾ മൂല്യനിർണ്ണയം നടത്തിയില്ല. ഓൺ സ്ക്രീൻ മാർക്കിംഗിൽ 9 മുതൽ 18 വരെയുള്ള ചോദ്യങ്ങളാണ് ഒഴിവാക്കിയത്. ഉദ്യോഗാർത്ഥികളുടെ മാർക്ക് ലിസ്റ്റ് 3 വർഷം കഴിഞ്ഞിട്ടും പ്രസിദ്ധീകരിച്ചില്ല. ഉദ്യോഗാർത്ഥികൾ അപേക്ഷിച്ചിട്ടും കഴിഞ്ഞ 1 വർഷമായി ഉത്തരക്കടലാസുകൾ കൈമാറിയില്ല. മാർക്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് തന്നെ നിയമന ശുപാർശ നൽകി. ഇടത് സംഘടനാ നേതാവിന് 1ാം റാങ്ക് നൽകാൻ അട്ടിമറി നടന്നെന്ന് ഉദ്യോഗാർത്ഥികൾ ആരോപിക്കുന്നു. ഈ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ തന്നെ ഈ ആൻസർ ഷീറ്റിന്റെ കോപ്പി ഞാൻ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞില്ല 15 ദിവസത്തിനകത്ത് അപേക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു മിക്കവാറും ഇങ്ങനെ കൊടുക്കണ്ട എന്നുള്ളൊരു കാരണം ഇത് വന്നു കഴിഞ്ഞാൽ മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം മിക്കവാറും അവർ ഈ പ്രിൻസിപ്പിൾ തന്നെയായിരിക്കും അപ്ലൈ ചെയ്തിരിക്കുന്നതിനകത്ത് എന്ന് വിചാരിച്ചു. പക്ഷേ കഴിഞ്ഞ ആഴ്ച ആയപ്പോഴത്തേക്ക് എൻ്റെ പ്രൊഫൈൽ മെസ്സേജിൽ SMS വന്നു, ഇങ്ങനെ നിങ്ങളുടെ റിക്വസ്റ്റ് ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പ്രൊഫൈൽ കയറി നോക്കിയപ്പോൾ ഈ കോപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 1 വർഷമായി ചെയ്തിട്ടില്ല. അപ്പോൾ അത് നോക്കിയപ്പോഴാണ് ഈ പറയുന്ന പോലെ ഒരു 10 ക്വസ്റ്റ്യൻ്റെ ഇവാലുവേഷൻ നടന്നിട്ടില്ല. 8 കഴിഞ്ഞ് പിന്നെ 19 ഇത് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പം ഈ ഓൺ സ്ക്രീൻ മാർക്കിംഗ് ആണ്. അനിരു അശോകനാണ് വിവരങ്ങളുമായി ചേരുന്നത്. അനിരുവിലേക്കാണ്. അനിരു, ഇപ്പോൾ ഈ ഒരു ഉദ്യോഗാർത്ഥിയുടെ ശബ്ദ സന്ദേശത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് അടിമുടി ദുരൂഹമാണ് കാര്യങ്ങൾ എന്നുള്ളതാണ്. 1 വർഷമായി ഈ ഒരു ഉത്തരക്കടലാസുകൾ ചോദിച്ചിട്ട് പോലും അതുപോലും കൈമാറാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. PSC യുടെ ഭാഗത്തു നിന്നും എന്താണ് ഇങ്ങനെ ഒരു ക്രമക്കേട് ഉണ്ടാകാനുള്ള സാധ്യത? PSC അധികൃതർ എന്താണ് പറയുന്നത്? ഉദ്യോഗാർത്ഥികൾ ഏത് രീതിയിലാണ് ഇനി പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്? സ്വാതി, കേരളത്തിൽ PSC നടത്തുന്ന ഏറ്റവും വലിയ ഉയർന്ന തസ്തികകളിലേക്കുള്ള നിയമനങ്ങളിലാണ് ഇപ്പോൾ ഈ ഒരു വൻ ക്രമക്കേട് കണ്ടെത്തിയിരിക്കുന്നത്. PSCയുടെ ആസൂത്രണ ബോർഡിലെ ഏറ്റവും വലിയ തസ്തികകളായ ചീഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, ചീഫ് പ്ലാൻ കോഓർഡിനേഷൻ ഡിവിഷൻ, ചീഫ് പെർസ്പെക്റ്റീവ് പ്ലാനിംഗ് ഡിവിഷൻ എന്നീ തസ്തികകളിലേക്കാണ് PSC 2023 ജൂലൈ 13 പരീക്ഷ നടത്തിയത്. പൊതുപരീക്ഷയായിരുന്നു PSC നടത്തിയത്. പേപ്പർ 1, പേപ്പർ 2 എന്നിങ്ങനെ പൊതുപരീക്ഷയിൽ വിവരണാത്മകമായ രീതിയിലായിരുന്നു ഈ പറയുന്ന രീതിയിൽ PSC പരീക്ഷ നടത്തിയത്. മൂന്നാമത്തത് ഈ പറയുന്നത് അഭിമുഖമാണ്. എന്നാൽ പേപ്പർ 1 ഈ 3 തസ്തികകളിലേക്ക് നടത്തിയ പേപ്പർ 1 പരീക്ഷയിൽ 9 മുതൽ 18 വരെയുള്ള ചോദ്യങ്ങൾ ഓൺ സ്ക്രീൻ മാർക്കിംഗ് നടത്താതെ അല്ലെങ്കിൽ ഉത്തരത്തിൽ മാർക്കിടാതെ ഈ PSC അധികൃതർ ഒഴിവാക്കി എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ ഇത്തരം ഏകദേശം നമുക്കറിയാം ഈ പറയുന്ന തസ്തികകളിലേക്ക് 1,60,000 രൂപയാണ് ഇതിൻ്റെ ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും സർക്കാർ ജീവനക്കാരടക്കം എഴുതുന്ന പരീക്ഷയാണ്. മുൻകാലങ്ങളിലൊക്കെ ഇത്തരം തസ്തികകളിലേക്കുള്ള പരീക്ഷ നടത്തി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ 1ാം റാങ്കുകാരന് എഴുത്തു പരീക്ഷയ്ക്ക് എത്ര, അഭിമുഖത്തിന് എത്ര മാർക്ക് നേടി എന്നുള്ള വിവരം റാങ്ക് ലിസ്റ്റിൽ തന്നെ ഉണ്ടാകുമായിരുന്നു. എന്നാൽ 2024 മെയ് 31 ഇറങ്ങിയ റാങ്ക് ലിസ്റ്റിൽ എഴുത്തു പരീക്ഷയ്ക്ക് എത്ര മാർക്ക്, അഭിമുഖത്തിന് എത്ര മാർക്ക് എന്നിങ്ങനെ തരംതിരിക്കാതെ ഒരു പേരെന്നുള്ള പട്ടികയാണ് PSC പ്രസിദ്ധീകരിച്ചത്. അതിൽ തന്നെ വലിയൊരു അഴിമതി ആരോപണം ഉദ്യോഗാർത്ഥികൾക്ക് മുന്നിൽ ഉന്നയിച്ചിരുന്നു. ഇതിനെ തുടർന്ന് ഉദ്യോഗാർത്ഥികൾ PSC നിർദ്ദേശപ്രകാരം ഒരു റാങ്ക് ലിസ്റ്റ് പുറത്തിറങ്ങിയാൽ 15 ദിവസത്തിനകം 335 രൂപ അതാത് ട്രഷറികളിൽ അടച്ച് ഹാജരാക്കിയാൽ മാത്രമാണ് ഉദ്യോഗാർത്ഥികൾക്ക് അവർ എഴുതിയ ഉത്തരക്കടലാസും ആ ഉത്തരക്കടലാസിൽ തങ്ങളുടെ ഉത്തരത്തിന് എത്ര മാർക്കാണ് PSC നൽകിയിരിക്കുന്നതെന്നും അറിയാൻ സാധിക്കൂ. എന്നാൽ ഇത് സംബന്ധിച്ച് കഴിഞ്ഞ 1 വർഷത്തിലേറെയായി ഈ ഉത്തരക്കടലാസ് PSC നൽകിയിട്ടില്ല. അപ്പോൾ ഈ 2 തസ്തിക, അതായത് ഇൻഡസ്ട്രീസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചറും ചീഫ് പ്ലാൻ കോഓർഡിനേഷൻ ഡിവിഷനിലേക്കും ഉദ്യോഗാർത്ഥികൾ നിരന്തരം PSCയോട് തങ്ങൾ എഴുതിയ ഉത്തരക്കടലാസ് നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും PSC നൽകിയില്ല. ഇതേ തുടർന്ന് ഉദ്യോഗാർത്ഥികൾ വിവരാവകാശം വഴി അപേക്ഷകൾ സമർപ്പിച്ചപ്പോഴും ഉത്തരക്കടലാസുകൾ നിഷേധിക്കുന്ന ഒരു സമീപനമാണ് PSCയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതുമാത്രമല്ല, റാങ്ക് ലിസ്റ്റ് മെയ് 31 2024 മെയ് 31 ഇറങ്ങിയതെങ്കിൽ ഈ 2 തസ്തികകളിലും മാർക്ക് ലിസ്റ്റ് പുറത്തിറങ്ങുന്നതിന് മുമ്പേ തന്നെ PSC ജൂൺ 23 അതായത് 2024 ജൂൺ 23 നിയമന ശുപാർശ അയക്കുകയായിരുന്നു എന്നുള്ളതാണ് നാം കാണേണ്ടത്. കൂടാതെ ഈ റാങ്ക് ലിസ്റ്റ് സംബന്ധിച്ച് ഇത്തരത്തിൽ വിവരാവകാശ കമ്മീഷനിലടക്കം പോയിട്ടും അക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. എന്നാൽ ദിവസങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ ഒരു ഉദ്യോഗാർത്ഥിയുടെ പ്രൊഫൈലിലേക്ക്
ഈ റാങ്ക് ലിസ്റ്റ് ഇവരെഴുതിയ ഉത്തരക്കടലാസ് ലഭിക്കുന്നത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് തൻ്റെ 9 മുതൽ 18 വരെയുള്ള ഉത്തരങ്ങൾ മാർക്ക് ചെയ്യാതെ പോയെന്നറിയുന്നത്. ഈ റാങ്ക് ലിസ്റ്റിൽ ഇത്തരത്തിലൊരു വലിയ ഈ 10 ഉത്തരങ്ങൾ എഴുതുമ്പോൾ തന്നെ ആ റാങ്ക് ലിസ്റ്റ് വലിയൊരു തരത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാം. 1-ാം റാങ്കുകാരൻ 5-ാം റാങ്കിലോട്ട് ഇറങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാകാം. അങ്ങനെ ഇത്തരത്തിലൊരു ക്രമക്കേട് സംബന്ധിച്ച് ഈ ഉദ്യോഗാർത്ഥി PSCയിലേക്ക് നൽകിയ ഒരു പരാതിയിൽ തുടർന്ന് നടത്തിയപ്പോഴാണ് ഈ പേപ്പർ 1-ലെ പരീക്ഷ എഴുതിയ 228 ഉദ്യോഗാർത്ഥികളുടെ 10 ഉത്തരങ്ങൾ ഈ OMR സ്ക്രീനിങ്ങിൽ ഓൺ സ്ക്രീൻ മാർക്കിംഗ് വഴി പരിശോധന നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ അത് മൂല്യനിർണ്ണയം നടത്തിയിട്ടില്ല എന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ഈ കാര്യത്തിൽ നേരത്തെയും ഇത്തരത്തിൽ അഴിമതി ആരോപണങ്ങൾ, ഈ നിയമനങ്ങൾ ഇടത് സംഘടനാ നേതാക്കൾക്ക് വേണ്ടിയിട്ടാണ് നടത്തിയിട്ടുള്ളതെന്ന് ആരോപണമുണ്ട്. കാരണം ഈ 2 റാങ്ക് ലിസ്റ്റിലും 1-ാം റാങ്കിൽ എത്തിയത് മൊത്തം കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ നേതാക്കളാണ്, അല്ലെങ്കിൽ അവരുടെ അനുഭാവികളാണെന്നുള്ള ആരോപണം ഉദ്യോഗാർത്ഥികൾ ഉന്നയിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് എന്തായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കാനാണ് ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം. കൂടാതെ ഈ നിയമനം റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട്, അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ സർക്കാർ ഒരു നിലപാട് ആവശ്യപ്പെടണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ സമീപിക്കും. ശരി, എന്തായാലും വലിയ ക്രമക്കേട് ആരോപണമാണ് ഇക്കാര്യത്തിൽ ഉയരുന്നത്.